ലോകത്തെ ഏറ്റവും വലിയ മാന്യനാരാണ്? ഏറ്റവും വലിയ മാന്യനാരാണ്? അതേ, പുറത്തിറങ്ങിയിട്ട് പള്ളിയിൽ ചെല്ലുമ്പോ ഉസ്താദിനോട് നല്ല നിലയിൽ പെരുമാറുന്നവനല്ല. ഇവന്റെ സംഘടനയിലുള്ളവരോട് നല്ല നിലയിൽ പെരുമാറുന്നവനല്ല. ഇവന്റെ കൂട്ടുകാരോട്, ഫ്രണ്ട്ഷിപ്പിന്റെ ആളുകളോട് നല്ല നിലയിൽ പെരുമാറുന്നവനല്ല. പുറത്ത് കളിയാണ്, പുറത്ത് ചിരിയാണ്, പുറത്ത് എല്ലാമാണ്. വീട്ടിലേക്ക് വരുമ്പോ ഇവന് ക്ഷീണമാണ്. വീട്ടിലേക്ക് വരുമ്പോ വേഗം ഉറങ്ങണം. വീട്ടിലേക്ക് വരുമ്പോ ഭാര്യയോട് മിണ്ടാട്ടമില്ല, മക്കളോട് മിണ്ടാട്ടമില്ല. ഇങ്ങനത്തെ ഒരുത്തനുണ്ടോ? അവന് സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല, ആയുസ് കിട്ടിയിട്ട് കാര്യമില്ല. നബിതങ്ങൾ പഠിപ്പിക്കുന്നു, ഏറ്റവും വലിയ മാന്യനാരാ, ഏറ്റവും വലിയ മോമിനാരാ, ഈമാൻ പരിപൂർണമാക്കിയവനാരാണ്? സ്വന്തം ഭാര്യയ്ക്ക് സ്നേഹം കൊടുക്കുന്നവനാണ്. അതേ, മക്കൾക്ക് സ്നേഹം കൊടുക്കുന്നവനാണ്. ജേഷ്ഠാനുജന്മാർക്ക് സ്നേഹം കൊടുക്കുന്നവനാണ്. അല്ലാഹ് അയൽവാസിക്ക് സ്നേഹം കൊടുക്കുന്നവനാണ്. ഇത് ഞാൻ പറയുന്നതല്ല, ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുന്നു. ഇതൊന്നുമില്ലാത്തവൻ എന്തിന് ആയുസ്? ഇതൊന്നുമില്ലാത്തവൻ എന്തിന് സമ്പത്ത്? ഇതൊന്നുമില്ലാത്തവൻ എന്തിന് അധികാരം? ഇതൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. സുബ്ഹാനല്ലാഹ്. നാളെ മരിക്കുന്നവൻ എന്തിനാണ് പണം? ആയുസ്സില്ലാത്തവൻ എന്തിനാണ് പണം? അവൻ എന്തിനാണ് അധികാരം? എല്ലാ ദുഃഖങ്ങളും സുഖങ്ങളും മരിച്ചാലും അത് ആസ്വദിക്കാൻ സമയം വേണം. അല്ലേ, ഒരു നല്ലൊരു മനുഷ്യൻ ഭാര്യയോട് നല്ല നിലയിൽ പെരുമാറുന്ന മനുഷ്യൻ, മക്കളോട് നല്ല നിലയിൽ പെരുമാറുന്ന മനുഷ്യൻ, ഹക്ക് വേട്ടി കൊടുക്കുന്ന മനുഷ്യൻ. ഓ മനുഷ്യ, നീ പുറത്തു പോയിട്ട് ഭക്ഷണം വാങ്ങിക്കൊടുക്കലല്ല, നീ അതാ സവാരി ചെയ്യലല്ല, നീ അതാ ഭാര്യക്ക് സ്നേഹം കൊടുത്ത് ഭാര്യയുടെ സ്നേഹം അതാ പിടിച്ചു വച്ച്, എന്റെ സ്നേഹം ഭാര്യയും പിടിച്ചു വച്ച് ജീവിക്കുന്നവൻ. അങ്ങനെ അതാ ജീവിച്ചവൻ അങ്ങ് മരിച്ചാൽ ഖബറിൽ കിടക്കുമ്പോൾ അതിന്റെ സുഖം അനുഭവിക്കുന്നു. അതേ, ഭാര്യയുടെ കണ്ണിൽ നിന്ന് അശ്രുകണങ്ങൾ ധാരധാരായി ഒഴുകുന്നു. എന്റെ പ്രിയപ്പെട്ട പ്രാണൻ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, ഞങ്ങളൊന്ന് അങ്ങോട്ട് നിൽക്ക് ഇങ്ങോട്ട് നിൽക്ക് എന്ന് പറഞ്ഞില്ല. എന്തൊരു സ്നേഹമായിരുന്നു. മക്കളും അതാ ഞങ്ങളുടെ ഉപ്പ, ഞങ്ങളുടെ ഉപ്പ കണ്ണീരൊഴിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അല്ലേ, അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇസ്ലാം പഠിപ്പിക്കുന്നത് അതാണ്. അവനെന്തിനാണ്? അവൻ മരിച്ചാലും അവന് സുഖം കിട്ടണം. അവനുണ്ടാക്കിയ സമ്പത്ത് ആർക്കും കൊടുക്കാതെ, പള്ളിക്ക് കൊടുക്കാതെ, മദ്രസക്ക് കൊടുക്കാതെ, യതീംഖാനക്ക് കൊടുക്കാതെ, പാവപ്പെട്ടവന് കൊടുക്കാതെ, അർഹപ്പെട്ടവന് കൊടുക്കാതെ, സക്കാത്ത് കൊടുക്കാതെ, ധർമ്മം ചെയ്യാതെ അവൻ കെട്ടിപ്പൂട്ടി വെച്ച സമ്പത്തുണ്ടല്ലോ, അവൻ മരിച്ചാൽ മക്കളെ കൈകാര്യം ചെയ്യുന്നു, തോന്നിവാസങ്ങൾക്ക് വേണ്ടി കൈകാര്യം ചെയ്യുന്നു, അനാവശ്യങ്ങൾക്ക് വേണ്ടി കൈകാര്യം ചെയ്യുന്നു. മരിച്ചാൽ അവന്റെ സമ്പത്ത് കൊണ്ട് അവരെ ആസ്വദിക്കാൻ, അവൻ അനുഭവിക്കാൻ, അവന് സുഖിക്കാൻ, ഖബറിൽ ഒരു സന്തോഷത്തോടെ കിടക്കാൻ അവന് കഴിയില്ലല്ലോ.
എന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് എന്താ പഠിപ്പിക്കുന്നത്? നിങ്ങൾ നോക്കൂ, അതാണ് സൂറത്തുൽ അസ്ർ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. അതേ ചെറിയ സൂറത്ത് വലിയ ആശയമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ കാലം തന്നെയാണ് സത്യം. 2024 വിട പറയുന്ന ന്യൂ ഇയർ ആഘോഷിക്കുന്ന ഈ സമയത്ത് എന്റെ പ്രസംഗം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, വൽ അസ്ർ കാലം തന്നെയാണ് സത്യം. 2024 തന്നെയാണ് സത്യം. ആധുനിക ഭൗതിക ശാസ്ത്രീയ ലോകം തന്നെയാണ് സത്യം. ഈ നൂറ്റാണ്ട് തന്നെയാണ് സത്യം. ഹൈടെക് യുഗം തന്നെയാണ് സത്യം. കമ്പ്യൂട്ടറിന്റെ യുഗം തന്നെയാണ് സത്യം. ആപ്പിൾ ഫോണിന്റെ യുഗം തന്നെയാണ് സത്യം. തീർച്ചയായും മനുഷ്യന്മാർ പരാജയത്തില